ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്, പക്ഷേ ഇത് നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേപോലൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അത് ഞാൻ തരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിത് ചെയ്യേണ്ട കാര്യം, ഇത്രയും പാർട്ട് നിങ്ങളൊന്ന് തനിയെ നോട്ടിൽ ചെയ്തതിന് ശേഷം എനിക്കതിൻ്റെയും കൂടെ പിക്കിടണം. ഓക്കെ, അതിന് ശേഷമാണ് ഞാൻ മറ്റേ പ്രോബ്ലം നിങ്ങൾക്ക് അയച്ചു തരുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് വഴി വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? വോയിഡ് റേഷ്യോ ഈക്വൽ ടു എന്താണ്, H - HS/HS എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. ഇതെവിടെ നോക്കിയാൽ കാണാം, ടേബിൾ 12.1 കമ്പ്യൂട്ടേഷൻ ഓഫ് വോയിഡ് റേഷ്യോ ബൈ ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ഈ കാണാനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ കാണാൻ വേണ്ട എന്തൊക്കെയാണ്, H വേണം, HS വേണം. ഈ രണ്ട് വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വാല്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഫസ്റ്റ് തന്നിട്ടുള്ളത് H0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഹൈറ്റാണ്. അതായത് ലോഡ് ചെയ്യുന്നതിന് മുന്നേ എത്ര ഹൈറ്റിലാണ് നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് H0 ഈക്വൽ ടു ഇവിടെ കാണാം 25 mm എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 50 cm². ആൻഡ് വോളിയം ഈക്വൽ ടു 125 ml. MS ആണ് ഈ കാണിച്ചിട്ടുള്ളത്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാസ് ഓഫ് സോളിഡ് ഈക്വൽ ടു 190.24 gram. G equal to 2.67. and water content at failure WF equal to 24.94%. ഇത്രയും വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ തന്നിട്ടുള്ള വേറൊരു കാര്യം, ലീസ്റ്റ് കൗണ്ട് ഓഫ് ഡയൽ ഗേജ് ഈക്വൽ ടു 0.01 mm. കാരണം നമുക്ക് ഡയൽ ഗേജ് റീഡിങ്സ് ആണല്ലോ നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഡയൽ ഗേജ് റീഡിങ് എത്രയാണ് തിക്നെസ്സുള്ള ചേഞ്ചാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് എത്ര ആണ് എന്നുള്ളത്, ആ തിക്നെസ് എത്ര ആണെന്നുള്ളത് നമുക്ക് ഡയൽ ഗേജ് റീഡിങ്ങിനെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റയാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടേബിളിൽ ഫുൾ റിസൾട്ട് വരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ നമുക്ക് ഇത്രയും പോർഷനാണ് നിങ്ങൾക്ക് ഗിവൺ ഡാറ്റ, ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള പോർഷനാണ് നമുക്ക് ഗിവൺ. ഇത്രയും പോർഷൻ ഈ 3 കോളം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒബ്സർവേഷൻസ് എങ്ങനെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒബ്സർവേഷനിൽ 3 കോളംസ് ആണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? അപ്ലൈഡ് പ്രഷർ ഇൻ kN/m², ഡയൽ ഗേജ് റീഡിംഗ് ആൻഡ് ചേഞ്ച് ഇൻ തിക്നെസ് ΔH/mm അല്ലേ? അപ്പോൾ അപ്ലൈഡ് പ്രഷർ ഫസ്റ്റ് കേസിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 0 ആണ്. അതായത് ലോഡൊന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സമയത്തുള്ള ഡയൽ ഗേജ് റീഡിംഗ് എത്രയാണ്? 490 ആണ് ഡയൽ ഗേജ് റീഡിംഗ്. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് അവിടെ വരുന്നില്ല. കാരണം എന്താ, ഇനീഷ്യലി ലോഡ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴേ എന്തുണ്ടാവാൻ പോകുന്നുള്ളൂ, അതിന്ന് വാട്ടർ സ്ക്വീസ് ചെയ്ത് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചേഞ്ച് ഇൻ തിക്നെസ് അവിടെ ഒക്കർ ചെയ്യാനും പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ലോഡൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ചേഞ്ച് ഇൻ തിക്നെസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അടുത്തത് എന്ത് ചെയ്തിരിക്കുകയാണ്, 10 kN/m² എന്നുള്ള ഒരു ലോഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഡയൽ ഗേജ് റീഡിങ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു, കുറേ ടൈം ഇൻ്റർവെൽസ് പറഞ്ഞിരുന്നു. എത്രയൊക്കെയാണ്? 0, പിന്നെ 0.25, 1, 1.25 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇൻ്റർവെൽസിലെയും റീഡിങ്സ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചേഞ്ച് ഇൻ തിക്നെസ് മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലായതുകൊണ്ട് എന്തേ ചെയ്യുന്നുള്ളൂ, ഒരു അപ്ലൈഡ് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡയൽ ഗേജ് റീഡിംഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊന്നുകിൽ നമുക്ക് ബിഫോർ സ്റ്റാർട്ടിങ് ദ ടെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടെസ്റ്റ് ഉള്ള റീഡിംഗ് മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ചേഞ്ച് ഇൻ തിക്നെസ് അറിഞ്ഞാൽ മാത്രം മതിയല്ലോ, ഇത്ര പ്രഷർ അപ്ലൈ ചെയ്ത സമയത്ത് എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ഇൻ തിക്നെസ്. അതുകൊണ്ടാണ് ഈ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഡയൽ ഗേജ് റീഡിംഗ് മാത്രം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 10 kN/m² ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് ആയി വന്നിട്ടുള്ള ഡയൽ ഗേജ് റീഡിംഗ് ആണ് 482 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡയൽ ഗേജ് റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് അത് ഇൻറ്റു എന്ത് ചെയ്യണം, ലീസ്റ്റ് കൗണ്ട് ഓഫ് ഡയൽ ഗേജ് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ചേഞ്ച് ഇൻ തിക്നെസ് കിട്ടുക.
അപ്പോൾ ഇവിടെ ഇത്രയും നോക്കുക. ഡയൽ ഗേജ് റീഡിങ് ഫസ്റ്റ് 490 ആണ്. അപ്പോൾ 490 ഇൻറ്റു 0.01 ചെയ്യുന്ന സമയത്ത് അത് എത്രയായി വാല്യൂ? 4.9 എന്നായി. 482 എന്നുള്ള വാല്യൂവിനെ ഇൻറ്റു 0.01 ചെയ്യുമ്പോൾ അത് എത്രയായി? 4.82 എന്നായി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡയൽ ഗേജ് റീഡിങ് 4.9 mm എന്നുള്ളൊരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഡയൽ ഗേജ് റീഡിങ് 482 എന്നുള്ള റീഡിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് വാല്യൂസും തമ്മിലുള്ള ഡയൽ ഗേജ് റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ തിക്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 490 മൈനസ് 482 എന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ് വരിക. 8 ഇൻറ്റു എന്ത് ചെയ്തിരിക്കുകയാണ്? 0.01 ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ എത്ര വന്നിട്ടുള്ളത്? 0.08 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മൈനസ് സൈൻ എങ്ങനെ വന്നു എന്നുള്ളതാണ്. 490 എന്നുള്ള വാല്യൂന്ന് 482ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? കംപ്രഷനാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കംപ്രഷൻ സംഭവിച്ചത് ഭാഗമായിട്ടാണ് നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നേരെ തിരിച്ച് എക്സ്പാൻഷനാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് അവിടെ നമ്മൾ പ്ലസ് വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് അടുത്തതും 470. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ പ്രഷർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 482 മൈനസ് 470 എന്ന് പറയുന്നത് 12 ആണ്. 12 ഇൻറ്റു 0.01 ഈക്വൽ ടു 0.12, അതും നെഗറ്റീവ് സൈനാണ് വരിക. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇത്രയും ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു കേസിൽ ഇതും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ഒന്ന് തന്നെ ചെയ്ത് ഉറപ്പ് വരുത്തുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് വാല്യൂസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാം ചെയ്തിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. നെക്സ്റ്റ് വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ എക്സ്പാൻഷൻ സംഭവിച്ചു എന്നാണ്. അപ്പോൾ സൈൻ പ്ലസ് ആയിരിക്കണം. അല്ല റെഡ്യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് കംപ്രഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ മൈനസ് സൈൻ കാണിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോളം കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഈക്വൽ ടു എച്ച് നോട്ട് പ്ലസ് ഓർ മൈനസ് സിഗ്മ ഡെൽറ്റ എച്ച്. എച്ച് നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ളതാണ്. അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എത്രയാണ് ഇതിവിടെ തന്നിട്ടുണ്ട്? എച്ച് നോട്ട് ഈക്വൽ ടു 25 mm. അതാണ് ഇവിടെ അടുത്ത് എഴുതിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ഓർ മൈനസ് സിഗ്മ ഡെൽറ്റ എച്ച്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒന്നുകിൽ സൈൻ അവിടെ ആദ്യം ഇല്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് കംപ്രഷനാണെന്നുള്ള പോലെ അത് ആഡ് ചെയ്യും. ഇവിടെ ഓൾറെഡി സൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് 25 പ്ലസ് മൈനസ് 0.08. അതാണ് അങ്ങനെയാണ് നമുക്ക് 24.92 എന്ന് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ എന്താ? എച്ച് ഈക്വൽ ടു എച്ച് നോട്ട് പ്ലസ് ഓർ മൈനസ് സിഗ്മ ഡെൽറ്റ എച്ച് എന്നുള്ളതിൻ്റെ അവിടെ നോക്കുമ്പോൾ എച്ച് നോട്ട് വാല്യൂ എത്രയാണ്? അതിന് ചേഞ്ച് ഇല്ലേ? 25 തന്നെ. 25 പ്ലസ് എന്ത് ചെയ്യണം? മൈനസ് 0.08 പ്ലസ് മൈനസ് 0.12. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വന്നു? മൈനസ് 0.2 എന്ന് വന്നു. അപ്പോൾ 25 മൈനസ് 0.2 അങ്ങനെയാണ് എന്ത് വന്നിട്ടുള്ളത്? 24.8 വന്നിട്ടുള്ളത്. അതേപോലെ ഇതിലെ ഓരോ വാല്യൂസും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഒരെണ്ണം. അപ്പോൾ എച്ച് നമുക്ക് കിട്ടി. എച്ച് ഞാൻ പറഞ്ഞു ഓരോന്നിലും ചേഞ്ച് ഉണ്ടാവും. എച്ച് നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി ലോഡ് ചെയ്യണേക്കാൾ മുന്നേ ഉണ്ടായിരുന്നതാണ് എച്ച് നോട്ട് ഉണ്ടായിരിക്കുക. എച്ച് എന്ന് പറയുന്നത് ഓരോ ലോഡും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ലോഡ് ഇൻക്രിമെൻറ്റ് കാരണം സ്പെസിമെന് സംഭവിച്ചിട്ടുള്ള ഹൈറ്റാണ്. അതാണ് എച്ച്. അപ്പോൾ എച്ച് നമ്മൾ ലോഡ് ചെയ്തതനുസരിച്ച് ചിലപ്പോൾ എക്സ്പാൻഷൻ അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് സ്വെല്ലിങ് സോയിൽസൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും? ഉടനെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കാം. അതല്ലാത്ത കേസിൽ നമ്മൾ ഇട്ട ലോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മളിങ്ങനെ ലോഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു, എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ആ ലോഡിനെ എല്ലാം റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ടും അതിനെന്ത് സംഭവിക്കാം? എക്സ്പാൻഷൻ സംഭവിക്കാം. അതാണ് ഇവിടുത്തെ കേസിൽ നോക്കിയാൽ കാണാം. നമ്മളിവിടെ കൺസോൾട്ടേഷൻ ടെസ്റ്റിൽ എപ്പോഴും ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ലോഡ് അപ്ലൈ ചെയ്തോ അതിൻ്റെ ജസ്റ്റ് ഡബിളാണ് നെക്സ്റ്റ് സ്റ്റേജിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ 0 കണ്ടിട്ട് ആദ്യം നമ്മൾ 10 എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്തത്, പിന്നെ 20 ആണ് കൊടുത്തത്, പിന്നെ 40, 80, 160, 320, 640 അങ്ങനെയാണ് നമ്മൾ ലോഡ് ചെയ്യുക. അങ്ങനെ 640ക്ക് ശേഷം പിന്നെ 0, അതായത് എന്താ? ഈ 640 എന്ന് പറയുന്ന അത്രയും ലോഡ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു കേസ് നോക്കി. 640 എന്നുള്ള അത്രയും ലോഡ് റിമൂവ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? 249 വരെ
ആയിട്ട് ഡയൽ ഗേജ് റീഡിങ്സ് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് എന്തുണ്ടായി, പെട്ടെന്ന് ആ റീഡിങ് മേലേക്ക് പോയി. അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ സ്പെസിമെന് എന്ത് സംഭവിച്ചു, എക്സ്പാൻഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവിടെ +1.15 എന്നുള്ള വാല്യൂ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, H-HS ഡിവൈഡഡ് ബൈ HS. ഈ ഇടയിലുള്ളൊരു കോളം വേണമെന്നില്ല, അത് H-HS വാല്യൂ എത്രയാണെന്ന് എഴുതിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ H-HS ഡിവൈഡഡ് ബൈ HS വാല്യൂ എത്രയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ H-HS വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് HS വാല്യൂ എത്രയാണെന്നുള്ളത് ആദ്യം അറിയണം. HSൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഓർമ്മ ഉണ്ടോ? HS = MS/G × ρ W ഡിവൈഡ് ഇൻറ്റു 1/A, അതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ എംഎസും ജിയും റോ ഡബ്ല്യുവും എല്ലാം നമുക്ക് അറിയാം, 1/Aയും അറിയാം. അത് ഈ ഒരു നെക്സ്റ്റ് പേജിലൂടെ കാണിച്ചിട്ടുണ്ട്. HS = നമ്മുടെ ഇക്വേഷൻ MS/G × ρ W ഡിവൈഡഡ് ബൈ 1/A. അത് പ്രകാരം HSൻ്റെ വാല്യൂ 14.25 mm. എല്ലാം ഒരേ യൂണിറ്റിലാക്കാൻ നോക്കുക. ഒന്നുകിൽ സെൻറ്റിമീറ്ററിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ MM-ലാണെങ്കിൽ അങ്ങനെ ഇത്ര MM എന്ന് പറഞ്ഞിട്ട് 14.25 mm എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, ഈ H-HS എന്നുള്ളതിൽ ആ വാല്യൂ എല്ലാ MM-ലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ MM-ലുള്ള വാല്യൂ 14 എന്നുള്ള വാല്യൂ മൈനസ് ചെയ്തിട്ടുള്ള കോളാണ് ഈ H-HS. അത് കഴിഞ്ഞിട്ട് H-HS ഡിവൈഡഡ് ബൈ HS വാല്യൂ ചെയ്തപ്പോൾ ഈ വാല്യൂ ഓരോ ലോഡ് ഇൻക്രിമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോയിഡ് റേഷ്യോ എത്രയാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരെയാണ് ഒരു പ്രോബ്ലം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അപ്ലൈഡ് പ്രഷറും ഡയൽ ഗേജ് റീഡിങ്സും മാത്രം നോട്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മാത്രം ഈ പോർഷൻസ് നോക്കുക. എന്നിട്ട് ഇത് ഒന്ന് നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കാണിക്കുക. അതിന് ശേഷം നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, സിമിലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ.